സന്തോഷം. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം കേട്ടോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വാഗ്ദാനം ചെയ്ത മറ്റൊരു സഹായകൻ അങ്ങായിരുന്നു. ഞങ്ങളുടെ സഹായകൻ അങ്ങ് സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ, പിതാവിന്റെ വലതുഭാഗത്തിരുന്ന ഇരിക്കാൻ വേണ്ടി സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഞങ്ങളെ അനാഥരായിട്ട് വിടുന്നില്ല, ഞങ്ങളോട് കൂടെ എന്നും ആയിരിക്കാനായിട്ട് മറ്റൊരു സഹായകനായേക്കും എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ഈശോയെ, അങ്ങയുടെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, അനോയിന്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈശോ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചു തരും എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. ഈശോ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുത്തി തന്ന എല്ലാ നിത്യസത്യങ്ങളും ഗ്രഹിക്കുവാൻ, അത് ബുദ്ധി കൊണ്ട് മാത്രമല്ല, ജീവിതത്തിൽ ഹൃദയം കൊണ്ട് സ്നേഹത്തിൽ ജീവിക്കുവാൻ വേണ്ട പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളുടെ ഈ സമൂഹത്തെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും ഇനിയും ഇവിടെ സന്നിഹിതരല്ലാത്തവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ലിയോ 14 മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകം അമിതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പയോടും സഭയിലെ എല്ലാ തലവന്മാരോടും എല്ലാ അധികാരികളോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നേരത്തെ സുഖമായിട്ടിരിക്കുന്നോ? ജോ നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്ക് മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. മൂന്നാമത്തെ ഭാഗം അനുതാപികളുടെ വിശുദ്ധീകരണത്തിനായി ക്രിസ്തീയ പുണ്യങ്ങൾ ആർജിക്കൽ. ഇതാണ് ഹലോ സിസ്റ്റർ. അനുതാപികളുടെ വിശുദ്ധീകരണത്തിനായി ക്രിസ്തീയ പുണ്യങ്ങൾ ആർജിക്കൽ, ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോ നമുക്ക് ആരെങ്കിലും ഒരാൾ വായിക്കാവോ? വായിച്ചു തുടങ്ങാം. വായിച്ചോളൂ, ആരെങ്കിലും ഒരാൾ വായിച്ചോളൂ. ഫലദായകമായ പ്രാർത്ഥന. ആത്മാവിൽ ദുശീലങ്ങളെ അകറ്റി കഴിയുമ്പോൾ പുണ്യങ്ങളുടെ അഭ്യാസത്തിലൂടെ നല്ല ശീലങ്ങൾ ഉണ്ടാകുന്നു. അത് ആത്മാവ് എത്ര ആഗ്രഹത്തോടെയും തിടുക്കത്തിലും അഭിലഷിക്കുന്നുവോ അതനുസരിച്ച് പുണ്യങ്ങളെ ആർജിച്ചെടുക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങളും യുക്തിയും ആത്മാവിന് അനുയോജ്യമാം വിധം ദൈവാത്മാവുമായി ഏകീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അനുതാപിയുടെ ആത്മാവ് തന്നെ മനോഹരിയാക്കാൻ ശ്രമിക്കുന്നു.
ആത്മാവിനെ അകമേയും പുറമേയും അലങ്കരിക്കുന്ന ഒരു പുണ്യമാണ് മിതത്വം. അത് ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കി എപ്പോഴും വലിയ അനുസരണയോടെ ഒരു കാര്യത്തിലും ദൈവത്തിന് എതിരു പോകാതെ വലിയ അന്തസ്സോടെ വ്യക്തിയെ മുഴുവൻ ഭരിക്കുന്നു. ദൈവഹിതത്തിൽ നിന്നാണ് അതിന്റെ സത്യവും ഉത്ഭവവും രക്ഷയും ആനന്ദവും എല്ലാ നന്മകളും പുറപ്പെടുന്നത്. ഇനി വായിക്കണോ? ആ. ഈ സിസ്റ്റർ, ഈ മിതത്വം എന്നുള്ള ഭാഗത്തിന്റെ മറ്റേ അതിന്റെ മൂലഗ്രന്ഥത്തിൽ കിടക്കുന്ന അതിന്റെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ സിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. സിസ്റ്ററിന്റെ മൈക്ക് ഓൺ ആയിട്ടില്ല കേട്ടോ. സിസ്റ്ററിന്റെ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കും. ഓക്കെ. അതായത് ഈ മിതത്വം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ശരിക്കും അതിന്റെ റൂട്ട് വേർഡ് കൊൺകോർദിയ എന്നാണ്. കൊൺകോർദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെ ഏകോപിപ്പിക്കുന്ന ഒരു പുണ്യമാണ്. അതായത് അതിന് മലയാളത്തിൽ എന്ത് വാക്കെന്ന് എനിക്കറിയില്ല. പക്ഷെ മിതത്വം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേറെ, അതായത് പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിക്കും അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാർമണി എന്ന് പറയാം. അതായത് നമ്മൾ ഒരു ഓർക്കസ്ട്രയിൽ പലതരം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും വ്യത്യസ്ത സ്വരങ്ങളാണുള്ളത്. പക്ഷെ ആ വ്യത്യസ്ത സ്വരങ്ങളെ എല്ലാം ഹാർമണൈസ് ചെയ്ത് വരുമ്പോഴേക്കും അത് ഒരു നല്ല മ്യൂസിക്കാവും. അതേസമയം ഗിറ്റാറിൻ്റെ സൗണ്ട് അങ്ങ് കുറെ കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഇത് ടോൺ ഭയങ്കര ഉയരത്തിലാണ്, ഓർഗണിൻ്റെ ഇത് തീരെ അങ്ങനെ നമ്മൾ പല രീതിയിൽ അത് ഹാർമണൈസ്ഡ് അല്ലെങ്കിൽ അപ്പം നമുക്ക് അത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ഹിയർ, നമുക്ക് അത് അനിഷ്ടകരമാകും. അപ്പം ഇവിടുത്തെ പുണ്യം ശരിക്കും ഹാർമണിയാണ്. ഹാർമണി, അതിന് മലയാളത്തിൽ എന്താ പറയണെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മള് മിതത്വം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓർക്കേണ്ടത് ഇത് അല്ല. അതായത് ഒരു എല്ലാത്തിനെയും വേണ്ട രീതിയിൽ, വേണ്ട പ്രാധാന്യം കൊടുത്ത് വേണ്ട രീതിയിൽ എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ഒരു പുണ്യമായിട്ടാണ് അതായത് അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കുറച്ചുകൂടി ഇത് പറഞ്ഞാൽ, നമ്മളിപ്പോ അതിനൊരു കറക്റ്റ് മലയാളം ഇല്ലാത്തതുകൊണ്ടാണ് മിതത്വം എന്ന വാക്കുകൊണ്ട് നമ്മൾ അതിനെ ചുരുക്കിയിരിക്കുന്നത്. ശരിക്കും മിതത്വം എന്ന് പറയുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന സാധാരണ ചൊല്ലാറുണ്ട്. ഒരുപക്ഷെ ആരോ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എന്താണ് ബ്രദറും സിസ്റ്ററും ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുന്നത് എന്ന് ചോദിച്ചു. അത് ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും സ്പിരിറ്റ് ഇൻ ജീസസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് സഭയുടെ ഒഫീഷ്യൽ കത്തോലിക്ക സഭയുടെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCCയുടെ ഒരു സംക്ഷിപ്ത രൂപം ബെനഡിക്ട് പാപ്പയുടെ കാലത്ത് യുകാറ്റ് എന്ന് പറഞ്ഞു, യൂത്ത് കാറ്റഗിസം യുകാറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ അകത്ത് നിങ്ങൾ പോയി വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എക്സാക്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ എക്സാക്ട് മലയാളം അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൃപ നിറഞ്ഞ മറിയമേ എന്ന് തന്നെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒറിജിനൽ മലയാളം നന്മ നിറഞ്ഞ മറിയമേ എന്ന്, കൃപ നിറഞ്ഞ മറിയമേ എന്നാണ്. പിന്നെ എന്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയം എന്നുള്ളൊരു സെന്റൻസ് കയറി വന്നു? അതിന് കാരണം ആ മലയാളം ഡെവലപ്പ് ചെയ്ത് ഓരോ കാലഘട്ടങ്ങളിലും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോ ഞാൻ POCയുടെ ഒരു കാലത്ത് POCയുടെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു അച്ഛനോട് ഞാൻ ഈ കാര്യം അന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കാര്യം ചോദിച്ചതാണ്. സ്റ്റീഫൻ ആലത്തറ എന്നാണ് അച്ഛന്റെ പേര്. അച്ഛനോട് ഞാൻ ഈ കാര്യം നേരിട്ട് ഡയറക്റ്റ് ചോദിച്ചതാണ്. അപ്പൊ അച്ഛനും പറഞ്ഞത് ആ ഒരു സമയത്ത് കൃപ എന്നുള്ള വാക്ക് പോപ്പുലർ ആയിരുന്നില്ല. ഇപ്പോ നന്മ എന്നുള്ള വാക്ക് അതിന് ഈക്വൽ ആയിട്ടൊരു വാക്ക് എന്ന് പറയുന്നത് നന്മ എന്നുള്ള വാക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഗ്രേസ് എന്നുള്ള ഇതിന് പകരമാണ് നമ്മൾ ദൈവകൃപ എന്നുള്ളതാണ് മലയാളത്തിൽ ഇപ്പൊ എക്സാക്റ്റ് വാക്ക്. അത് സംസ്കൃതത്തിൽ നിന്നൊക്കെ പിന്നീട് വന്നതാണ്. പക്ഷെ ആ സമയത്ത് കൃപ എന്നുള്ള വാക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വാക്ക്, ഈക്വൽ അല്ല എങ്കിലും അതോട് സാമ്യം വരുന്നൊരു വാക്ക് നന്മ എന്നായതുകൊണ്ടാണ് അന്ന് സഭ നന്മ എന്നുള്ള വാക്ക് വെച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ശരിക്കും അതിന്റെ എക്സാക്ട് വാക്ക് ബൈബിളിലുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട്, ഇതാണ് മാലാഖയുടെ അഭിവാദനം. അപ്പോ അതാണ് ഫുൾ ഓഫ് ഗ്രേസ്. നന്മ വേണമെങ്കിൽ നമുക്ക് ആർക്കും ചെയ്യാം. ഇപ്പോ ഏതൊരു നിരീശ്വരവാദിക്കും നന്മ ചെയ്യാം. നമുക്ക് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് 10 രൂപ കൊടുത്ത് സഹായിച്ചാൽ അതൊരു നന്മയാണ്. പക്ഷെ അതല്ല ദൈവകൃപ. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാക്ട് മലയാളം എന്ന് പറയുന്നത് ദൈവകൃപയാണ്.
അത് നന്മയല്ല. പക്ഷെ അതിന് ആ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് ഒരു കിട്ടാവുന്ന ഒരു വാക്ക് നന്മയായതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ മിതത്വം എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എക്സാക്ട് അത് മനസ്സിലാക്കുന്നത് മിതത്വം എന്നുള്ള സെന്റൻസിലല്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് തന്നെ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തെ കുറിച്ച് എപ്പോഴോ ഞാൻ പറഞ്ഞു, അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ തോന്നുന്നത്. അത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, അതൊരു ഇന്നർ ഹീലിന്റെ വലിയൊരു ക്ലാസ് ആണ്. പക്ഷെ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന സാധനം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അത് ഇൻപുട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇതെല്ലാം ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നത് അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്ന മൈൻഡാണ്. ഇപ്പൊ നമ്മുടെ തലയിൽ കൂടെ ഒരു പേൻ ഓടിപ്പോയി, തലയിൽ ഒരു പേൻ കടിച്ചു എന്ന് വിചാരിക്കും. ഈ പേൻ കടിച്ചു എന്നുള്ള പേൻ കടിക്കുന്ന ആ ഒരു വികാരം, ആ ഒരു ചൊറിച്ചിൽ തല അത് സെൻസ് ചെയ്തിട്ട്, അത് സ്കിന്നാണ്, സ്പർശനത്തിലൂടെ അത് സെൻസ് ചെയ്തിട്ട് അത് ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ബ്രെയിനാണ് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ കൈക്ക് ബ്രെയിൻ ഒരു കമാൻഡിങ് കൊടുക്കുകയാണ്, പോയി ചൊറിയേ, തല ചൊറിയേ. അപ്പോഴാണ് ഈ സാധനം ഇതാണ് യഥാർത്ഥത്തിൽ അച്ഛൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ, ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്ന് നമുക്ക് 21 മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ മന്ത്രിസഭയെ മുഴുവൻ ഏകോപിപ്പിക്കുന്ന വ്യക്തി മുഖ്യമന്ത്രിയാണ്. അപ്പോ ഈ മന്ത്രിസഭ എല്ലാ വകുപ്പുകളും ഒരേപോലെ ഈക്വൽ ആയിട്ടും കൃത്യതയോടെ വർക്ക് ചെയ്താൽ മാത്രമാണ് കേരളം സുന്ദരമാവുള്ളൂ. പക്ഷേ അത് വർക്ക് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ മന്ത്രിസഭകൾക്ക് പറ്റുന്നില്ല. അതാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പൊ എക്സാമ്പിൾ തന്നെ പറയാം, നമ്മുടെ റോഡ് കുഴിച്ചിട്ടിരിക്കുന്നു. റോഡ് കുഴിച്ചിടുന്ന ഒരു പക്ഷെ പൊതുമരാമത്ത് വകുപ്പായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ജലസേചന വകുപ്പായിരിക്കാം. പുതിയ റോഡ് പണിതത് അവിടെ റോഡ് കുഴിച്ച് ഒരു പൈപ്പ് ഇട്ടു. അത് ചിലപ്പോൾ ഇട്ടത് ജലസേചന വകുപ്പായിരിക്കാം. പക്ഷേ അതിനകത്ത് ടാർ ചെയ്യേണ്ടത് ആരാണ്? അത് പൊതുമരാമത്ത് വകുപ്പാണ്. അപ്പൊ ഇതിനകത്തൊരു ഏകോപനം ഇല്ലാത്തത് കൊണ്ടാണ് കുഴിച്ചിട്ട കുഴി അതുപോലെ കിടക്കുകയും വർഷങ്ങളായിട്ട് തലേ ദിവസം ടാർ ചെയ്ത വഴി കുഴിയായിട്ട് കിടക്കുന്നു. ആ കുഴിച്ചിട്ടത് വെറുതെ മണ്ണിട്ടു, അവിടെ വീണ്ടും ഒന്ന് റിന്യൂവേഷൻ നടന്നില്ല. അപ്പൊ എന്താ, ഇതിനകത്ത് ഒരു ഏകോപനം ഇല്ല, ഒരു കോർഡിനേഷൻ ഇല്ല, ഈ ഒരു ഹാർമണി ഇല്ല. അതാണ് സിസ്റ്റർ പറഞ്ഞ ഒരു ഓർക്കസ്ട്രയില് ഏതെങ്കിലും ഒരു മ്യൂസിക്, ഒരു പാട്ട് പാടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ട് ഒത്തിരി കേട്ടിട്ട് കാര്യമില്ല. അതെല്ലാം കൂടെ ഏകോപിപ്പിക്കപ്പെടണം. ആത്മീയതയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. എല്ലാം കൂടെ ഏകോപിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ അച്ഛനത് പറയുന്നുണ്ട്. ഇത് ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കി എപ്പോഴും വലിയ അനുസരണയോടെ ഒരു കാര്യത്തിലും ദൈവഹിതത്തിന് എതിർത്തു പോകാതെ വലിയ അന്തസ്സോടെ വ്യക്തിയെ മുഴുവൻ ഭരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇതെല്ലാം ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കി ഇതെല്ലാം ഏകോപിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലൂടെ വരാൻ പറ്റുന്ന എന്താ പറയാ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ആത്മീയ അവസ്ഥയാണ് ഈ പറഞ്ഞ മിതത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിതത്വം എന്ന് പറയുന്നത് എന്താണ്? മിതത്വം എന്ന് പറയുന്നത് ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുന്ന നമ്മുടെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ, അതിനെയാണ് മിതത്വം എന്ന ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കി എപ്പോഴും വലിയ അനുസരണയോടെ ഒരു കാര്യത്തിനും ദൈവഹിതത്തിന് എതിരല്ലാത്തതൊന്നും ചെയ്യാതെ വലിയ അന്തസ്സോടെ വ്യക്തിയെ മുഴുവൻ ഭരിക്കുക. അതായത് ഈ മിതത്വമാണ് ഞാൻ എന്ന വ്യക്തിയെ മുഴുവൻ ഭരിക്കേണ്ടത്. എന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രവേശിച്ചത്, എന്റെ ഉള്ളിലേക്ക് വന്നത്, ഇതിനെല്ലാം ഏകോപിപ്പിച്ച് നന്മയെ വേർതിരിച്ച് തിന്മയെ വേർതിരിച്ച്, നന്മയായിട്ടുള്ളതിനെയും തിന്മയായിട്ടുള്ളതിനെ വേർതിരിക്കാൻ പറ്റണം. ഇതാണ് ഈ മിതത്വം. അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലെ മിതത്വം, വസ്ത്രം ധരിക്കുന്നതിലെ മിതത്വം അതല്ല. അത് വേറെ ഒരു കോണ്ടസ്റ്റ് ആണ്. അത് ആയുർവേദ്യത്തിൽ വരുന്ന വേറൊരു കോണ്ടസ്റ്റ് ആണ്. പക്ഷെ ഈ കോണ്ടസ്റ്റിൽ കാണിക്കുന്ന മിതത്വം എന്ന് പറയുന്നത് ആ ഒരു കോണ്ടസ്റ്റിലല്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഞാൻ അന്ന് പറഞ്ഞു, ഒരു സ്ത്രീ നടന്നു പോകുന്നു. ആ സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് ആ സ്ത്രീയെ കാണുക എന്നുള്ളത് നോർമലാണ്, കണ്ണുള്ള എവനും കാണും. പക്ഷെ അതിനെ ആസ്വദിക്കുക എന്നുള്ളത് അത് ജഡികതയാണ്. ഈ ജഡികത എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ശരീരം ഈ മിതത്വം വഴി നമ്മൾ അതിനെ നിയന്ത്രിക്കാതെ വരുമ്പോഴാണ് ഈ ജഡികത നമ്മളിലേക്ക് വരികയും അത് പാപത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നത്, പുറമേ നിന്ന് വരുന്നത്, ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ ഈ മിതത്വം വഴി അതിനെ ഒരു നമ്മളിപ്പോ ഈ എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടി ഒരു സാധനം വെക്കില്ലേ, അതുപോലെ അതിനകത്തെ കൂടെ എന്നിട്ട് അരിച്ച് ഇറങ്ങുന്നത് പോലെ
ഇതിനെ നമ്മൾ നമ്മുടെ ഈ മിതത്വം എന്ന് പറയുന്ന പുണ്യത്തിലൂടെ നമ്മൾക്ക് നന്മയായിട്ടുള്ളതിനെ എടുക്കുകയും തിന്മയായിട്ടുള്ളതിനെ എടുത്ത് കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഇതാണ് ഈ മിതത്വം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാക്കി വായിച്ചോ. ഈ ലക്ഷ്യത്തിനായി പ്രധാനമായി 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് വായിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഭക്തിയാർന്ന നിരന്തരമായ വിനയവും വിശ്വസ്തയോടെയുമുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന പരിശീലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെയാണ് നമ്മുടെ ബലഹീനതയിൽ വേണ്ട ശക്തിയും പുണ്യങ്ങളും സമ്പാദിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെയാണ് പ്രധാനമായും വരേണ്ട കാര്യമാണ് നിരന്തരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഇത് പ്രധാനമായി ഭക്തിയാർന്നത്, ഒന്ന് നല്ല ഭയഭക്തിയോടെ ഉള്ളതായിരിക്കണം ഈ പ്രാർത്ഥന. പിന്നെ നിരന്തരമായത് വിനയവും വിശ്വസ്തതയും തോടുകൂടിയ ദൈവത്തോടുള്ള പ്രാർത്ഥന. അതായത് നമുക്ക് ഭക്തി ഉണ്ടാവണം. ഭക്തി എവിടെ നിന്നുണ്ടാവണം? ദൈവസ്നേഹത്തിൽ നിന്നാണ് ഈ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ഒക്കെ വരുന്നത്. പിന്നെ അനുദിനം, അതായത് നിരന്തരം എന്നത് എപ്പോഴും കൊന്തയിൽ കൂടെ നടക്കുന്നതിന് അർത്ഥമില്ല. നമ്മുടെ നടപ്പ്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, അല്ലെ? ഇപ്പം എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കും. അതാണ് നേരത്തെ മിതത്വം. അപ്പൊ മിതത്വം പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രധാന വഴിയാണ്. അപ്പൊ ഈ മിതത്വം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരു ആത്മീയതയുടെ ഒരു പുണ്യമായ മിതത്വം എന്ന് പറയുന്ന ആ പുണ്യം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അപ്പൊ നമുക്ക് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും, സംസാരത്തിലും പ്രവൃത്തികളിലും ഒക്കെ നമുക്ക് എന്തുണ്ടായിരുന്നു? ഈ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരാളെ എന്നെ തെറി വിളിച്ചു, അറിയാതെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ത്വരയുണ്ട്, തിരിച്ച് 2 തെറി പറയുക. അത് ഉള്ളിൽ അറിയാതെ ഉള്ള ഒരു ത്വരയാണ്. ആ ത്വരയെ നമ്മൾ വിവേകത്തോടെ ദൈവകൃപയോട് ചേർന്ന് അതിനെ നിയന്ത്രിക്കണം. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരം ഉണ്ടായി, ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു കശപിശ നടന്നു. ഈ കശപിശ നടക്കുമ്പോൾ വിവേകത്തോടെ അതിനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ മിതത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഏറ്റവും പ്രധാനമായിട്ട് ഭക്തി വേണം പ്രാർത്ഥനയ്ക്ക്. പിന്നെ നിരന്തരം അനുദിനമുള്ളതായിരിക്കും. നമ്മൾ പോകുന്ന വഴികൾ, നമ്മൾ നടക്കുന്ന വഴികൾ, ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഈ പ്രാർത്ഥനയുടെ അരൂപിയിലായിരിക്കണം. പിന്നെ വിനയവും വിശ്വസ്തയോടെയുള്ളമായ ദൈവത്തോടുള്ള പ്രാർത്ഥന പരിശീലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെയാണ് നമ്മുടെ ബലഹീനതകൾക്ക് വേണ്ട ശക്തിയും പുണ്യങ്ങളും സമ്പാദിക്കാൻ പറ്റുന്നത്. അപ്പൊ ബലഹീനതകളുണ്ട്, ഏതൊരു മനുഷ്യനും ബലഹീനതകളുണ്ട്. ഈ ബലഹീനതകളിൽ നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത്, അതുപോലെ കൂടുതൽ പുണ്യങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് ഭക്തി വേണം, അനുദിനം നിരന്തരമായിരിക്കണം, വിനയവും വിശ്വസ്തയോടെയും ഉള്ളതായിരിക്കണം. ഓക്കെ, ബാക്കി വായിച്ചോ. രണ്ടാമത്തത് വായിച്ചേ. 3 കാര്യങ്ങൾ. രണ്ടാമത്തത്, വ്യക്തമായ ആന്തരികവും ബാഹ്യവുമായ പ്രവർത്തനങ്ങളിലൂടെ പുണ്യമാർഗങ്ങളിലൂടെയുള്ള ശീലം നേടിയെടുക്കേണ്ടതും അതിൽ ശക്തിപ്പെടേണ്ടതും ആവശ്യമാണ്. അപ്പൊ വ്യക്തമായ ആന്തരികവും ബാഹ്യവുമായ പ്രവർത്തനങ്ങളിലൂടെ പുണ്യങ്ങളുടെ മാർഗത്തിലൂടെയുള്ള ശീലം. അപ്പൊ ഇതൊരു ശീലമാണ്. പുണ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മിതത്വം പാലിക്കണം, നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം. ഇതൊരു ശീലമാണ്. അപ്പോ പുണ്യങ്ങൾ എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. അപ്പൊ ഈ പുണ്യങ്ങൾ അഭ്യസിക്കാൻ പറ്റുന്ന ശീലം നമ്മൾ നേടിയെടുക്കണം. ഇത് നേടിയെടുക്കുന്ന അതിൽ ശക്തിപ്പെടണം. അത് നേടിയെടുക്കണം, അതിൽ ശക്തിപ്പെടണം. അപ്പൊ നമ്മൾ ഈ പുണ്യങ്ങളാണ് അഭ്യസിക്കേണ്ടത്. അപ്പൊ നമ്മളെ ഒരാൾ തെറി വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വിളിക്കാതിരിക്കുന്നത്, അതൊരു നമ്മളെ ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം, അധികാരികളായിരിക്കാം, ആരും ആയിക്കോട്ടെ, നമ്മൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവുമ്പോൾ അതിനെ വിവേകത്തോടെ നേരിടുന്നത്, അത് തന്നെ ഒരു പുണ്യം, അല്ലെങ്കിൽ അതൊരു ശീലമാക്കണം. പിന്നെന്ത് ചെയ്യണം? അതിൽ ശക്തി പ്രാപിക്കണം. എന്ന് പറഞ്ഞാൽ ശീലമാക്കി അത് സ്ട്രോങ് ആക്കി ശക്തി പ്രാപിച്ചു കൊണ്ടുവരണം. ഓക്കെ, അടുത്തത് വായിച്ചേ. അവസാനമായി ശരിയായ അളവിൽ ആന്തരികമായ 4 വികാരങ്ങളെ പ്രകൃതിയായുള്ള മനുഷ്യനിലെ തീവ്ര വികാരങ്ങൾ, അതായത് ആനന്ദം, ദുഃഖം, പ്രത്യാശ, ഭയം എന്നിവയെ ഉപയോഗപ്രമാവിധം നിയന്ത്രിക്കേണ്ടതും നയിക്കേണ്ടതും ആവശ്യമാണ്. നോക്കിക്കേ, ഇവിടെ പ്രത്യേകമായി അവസാനമായി ശരിയായ അളവിൽ ആന്തരികമായ 4 വികാരങ്ങളെ, പ്രകൃതിയാലുള്ള മനുഷ്യനിലെ തീവ്ര വികാരങ്ങൾ, അതായത് ആനന്ദം ക്രിസ്തുവിലായിരിക്കണം. അപ്പൊ നമുക്ക് ഒരുപക്ഷെ പട്ടുസാരി കാണുമ്പോൾ നമുക്കൊരു ആനന്ദം തോന്നും. അത് നിലനിൽക്കുന്ന ആനന്ദമല്ല. ഐസ്ക്രീം കാണുമ്പോൾ പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ആക്രാന്തം അല്ലെങ്കിൽ ആനന്ദം തോന്നും. അത് സ്ഥായിയായിട്ടുള്ളതല്ല. അവിടെയാണ് അതിനെ നിയന്ത്രിക്കാനും
അതിനെ പക്വതയോടെ ഉപയോഗിക്കാനും പറ്റുക എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. അപ്പൊ ഈ ഈ ഈ ആനന്ദം, ഈ എന്തിലാണ് ആനന്ദം, എന്റെ ആനന്ദത്തിന്റെ വിഷയം എന്താണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ദുഃഖം, നമ്മുടെ അതൊരു വിപരീത വികാരം കൂടിയാണ്, ഈ അമിതമായ ദുഃഖം, ആകുലതയൊക്കെ. അതുപോലെ പ്രത്യാശ, ഭയം എന്നിവയെ ഉപയോഗപ്രദമായ വിധം ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത് അതുപോലെ, അതായത് ഉപയോഗപ്രദമാകുക എന്ന് പറഞ്ഞാൽ ആത്മീയതയ്ക്ക് കോട്ടം വരാതെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ദോഷം വരാത്ത രീതിയിൽ അത് ഉപയോഗപ്രദമായ വിധം നിയന്ത്രിക്കേണ്ടതും നയിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമുക്ക് ആത്മീയതയിൽ ആഴപ്പെടാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മിതത്വം കൂടുതൽ തീക്ഷ്ണതയോടെ ആഴപ്പെടുത്തി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി പ്രാർത്ഥന വായിച്ചോ. പ്രാർത്ഥന നിരന്തരം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവിടത്തോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ശക്തിയും പുണ്യങ്ങളും സ്വീകരിച്ച് നമ്മുടെ ആത്മീയ സൗധം പണിതുയർത്തുവാൻ അത്യാവശ്യമായ കാര്യം പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തിലേക്ക് അടുക്കുക എന്നതാണ്. പ്രാർത്ഥനയിലൂടെയാണ് വിനയവും ക്ഷമയും പരിശ്രമശീലവും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഉപവിയുടെയും മറ്റു പ്രവൃത്തികളും നാം പരിശീലിക്കുന്നത്. കൂടാതെ ദൈവത്തിന്റെ കൃപകൾ സ്വീകരിക്കാനും അവിടുത്തെ ശുശ്രൂഷിക്കാനും നാം യോഗ്യരാവുകയും ചെയ്യേണ്ടത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം പ്രാർത്ഥന ദൈവത്തിന്റെ ഔദാര്യത്തിൽ മറ്റു പുണ്യങ്ങൾ നേടുന്നതിനും യോഗ്യതകൾ സമ്പാദിക്കുന്നതിനും ഉപകരിക്കുന്ന ഉപകരണമാണ്. ഇവിടെ പറയണം അവസാന ഭാഗം, കാരണം പ്രാർത്ഥന ദൈവത്തിന്റെ ഔദാര്യത്തിൽ മറ്റു പുണ്യങ്ങൾ നേടുന്നതിന് യോഗ്യതകൾ സമ്പാദിക്കുന്ന ഉപകരിക്കുന്ന ഉപകരണമാണ്. അപ്പൊ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഇത് പ്രാർത്ഥന ദൈവത്തിന്റെ ഔദാര്യത്തിൽ നിന്ന്, അപ്പൊ നമുക്ക് പുണ്യങ്ങൾ കിട്ടുന്ന എല്ലാം ദൈവത്തിന്റെ ഔദാര്യമാണ്, ഇതൊന്നും നമ്മുടെ അവകാശമല്ല. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ചോദിക്കുകയാണ്, ഭാര്യയും ഭർത്താവും ശരിക്കും പറഞ്ഞ വിവാഹത്തിന്റെ ഫലദായകത്വം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഒരിക്കലും ഒരു കുടുംബം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കുറെ വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ലഭിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമല്ലേ? ഒരിക്കലും അല്ല. അത് ഭാര്യയും വിവാഹത്തിന്റെ ഫലദായകത്വം കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ അവകാശമല്ല, ഇതെല്ലാം ദൈവത്തിന്റെ ഔദാര്യം. കാരണം നമുക്ക് അവകാശപ്പെടാൻ എന്തുണ്ട്? ഇപ്പൊ എക്സാമ്പിൾ, എന്തായി അവകാശം? ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ ഒരു 50,000 രൂപ കൊടുത്തു. ആ 50,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം, അത് എനിക്ക് കിട്ടുക എന്നുള്ളത് എന്റെ അവകാശം. കാരണം ഞാൻ അതിന് വില കൊടുത്തിരിക്കുന്നതാ, ഞാൻ കൊടുത്ത വില അതിന്. അപ്പൊ അതെനിക്ക് കിട്ടാൻ ഞാൻ കടപ്പെട്ടു. ഞാനിപ്പോ ഓൺലൈൻ വഴി ഒരു സാധനം ഓർഡർ ചെയ്തു. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് 2,000 രൂപ മുടക്കി. പക്ഷെ അവര് എനിക്ക് ഇന്ന് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു, എനിക്ക് ഡെലിവറി ചെയ്തിട്ടില്ല. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോ ഇത് എനിക്ക് അവര് തരുന്ന ഔദാര്യമല്ല, അതെന്റെ അവകാശമാണ്. കാരണം ഞാൻ പൈസ മുടക്കിയിരിക്കുന്നതാണ്. കണ്ടോ? അപ്പൊ ഞാൻ പൈസ മുടക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതാണ് അവകാശം, അല്ലെങ്കിൽ ഞാൻ വില കൊടുത്തത് കൊണ്ട് എനിക്ക് കിട്ടേണ്ടതാണ് അവകാശം. മറ്റേത് ഔദാര്യ. ഇത് നമ്മളെവിടെയാ വില കൊടുത്തത്? നമ്മുടെ ജീവിതം തന്നെ ഔദാര്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നത്, കണ്ണ് തുറക്കുന്നതും അടയ്ക്കുന്നതും എന്താ പറയുക ഉറങ്ങുന്നതും നമുക്ക് ആരോഗ്യമുള്ളതും സംസാരിക്കുന്നതും ഒക്കെ ഔദാര്യമാണ്. നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ശാരീരികമായ കോട്ടം നമുക്ക് സംഭവിച്ചാൽ നമുക്ക് ദൈവത്തോട് എന്തുകൊണ്ട് എനിക്ക് ഇത് സംഭവിച്ചു ദൈവത്തോട് ചോദിക്കാൻ പോലും അവകാശമില്ല. കാരണം ഇതെല്ലാം ഔദാര്യമാണ്, ദൈവത്തിന്റെ ഔദാര്യം. അപ്പൊ ഒന്നും നമുക്ക് അവകാശമില്ല. അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത്, കാരണം പ്രാർത്ഥന ദൈവത്തിന്റെ ഔദാര്യത്തിൽ നിന്ന്. അപ്പൊ പുണ്യങ്ങൾ ദൈവത്തിന്റെ ഔദാര്യമാണ്, ദൈവം തരുന്ന ഔദാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ഔദാര്യത്തിൽ നിന്ന് മറ്റു പുണ്യങ്ങൾ നേടുന്നതിനും യോഗ്യതകൾ സമ്പാദിക്കുന്നതിനുമുള്ള ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രാർത്ഥന. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മനുഷ്യനോട് ഇപ്പൊ റോഡ് സൈഡിൽ ഞാൻ നിൽക്കുവാണ്, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എനിക്ക് ഇവിടുന്ന് കണ്ണൂർ വരെ പോകണം, എനിക്കൊരു 500 രൂപ കിട്ടിയാൽ കൊള്ളാം. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. അപ്പൊ ഞാനൊരു ചേട്ടൻ വരുന്നു, ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു 500 രൂപ തരുമോ? എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ ടിപ്പ് ടോപ്പ് ആണെന്ന് വിചാരിക്കേ. അപ്പൊ അവൻ വിചാരിക്കും നിനക്ക് പണിക്ക് പോയിക്കൂടാന്ന് സ്വാഭാവിക ഭിക്ഷ നണ്ടാൻ പോയി കഴിഞ്ഞാൽ ചോദിക്കും. അപ്പൊ ഞാൻ എൻ്റെ പേഴ്സ് പോയി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്കിനി, ഞാൻ ഇവിടത്തുകാരനല്ല, ഞാൻ കണ്ണൂരുകാരനാണ്, എനിക്ക് ഇവിടുന്ന് കണ്ണൂർ എത്തേണ്ടതുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എൻ്റെ ATM കാർഡും എൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ടു, പേഴ്സും ഫോണും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ഇനി എനിക്ക് കണ്ണൂർ എത്തിയാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഫോൺ അടക്കം പോയി, എന്നാലും ഗൂഗിൾ പേ പോലും ഇല്ല. അപ്പൊ ഞാനൊരു മനുഷ്യനെ കണ്ടിട്ട് എനിക്കൊരു ഔദാര്യമായിട്ട് ഒരു 500 രൂപ തരുമോ? ഇത് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ റിക്വസ്റ്റിൽ അദ്ദേഹം
സംതൃപ്തനാണെങ്കിൽ അദ്ദേഹം എനിക്ക് 500 രൂപ തരും അല്ലെ. ഇതാണ് പ്രാർത്ഥന. മനസ്സിലായി? ഇതാണ് പ്രാർത്ഥന. നമ്മൾ ദൈവത്തോട് നടത്തുന്ന ഒരു റിക്വസ്റ്റ് ആണ് പ്രാർത്ഥന. നമ്മൾ ദൈവത്തോട് വ്യക്തിപരമായി നടത്തുന്ന റിക്വസ്റ്റ്. അതിന് പ്രത്യേകിച്ച് ഒരു ഫോം ഉണ്ടാവണമെന്നൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലിറ്റർജിക്കൽ ഫോംസ്, കുർബാന എന്തുകൊണ്ട് നമ്മൾ ലിറ്റർജി ആ കുർബാന ഇപ്പൊ അച്ഛന്മാരിനകത്തുണ്ട്, അച്ഛന്മാർക്ക് അറിയാം. കുർബാനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കുർബാനയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട അതിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളല്ലാതെ വേറൊരു പ്രാർത്ഥന നിങ്ങളോട് കൂട്ടിച്ചേർക്കാൻ പാടില്ല. അതാണ് കുർബാനയുടെ പ്രത്യേകത. അതുപോലെ ലിറ്റർജി, മാമോദീസ, കുദാശകള്, അതുപോലെ കുദാശ അനുകരണങ്ങള്, വെഞ്ചിരിപ്പുകള്, ഇതിനൊക്കെ ഒരു ഫോം സഭ തന്നിട്ടുണ്ട്. ആ ഫോമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു പ്രാർത്ഥന എന്നതിനേക്കാൾ അത് സഭയുടെ ഒരു കുദാശയാണ്. മനസ്സിലായി? അതൊരു വെറൊരു പ്രാർത്ഥനയല്ല, അതൊരു കുദാശ അനുഷ്ഠാനമാണ്. മനസ്സിലായി? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുദാശ അനുഷ്ഠാനങ്ങൾക്ക് കൃത്യമായ ഫോം, ലിറ്റർജിക്കൽ ഫോം സഭ തന്നിരിക്കുന്നത്? ഇതിൽ പാഷണ്ഡത കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥനകള്, ഈ പ്രാർത്ഥനകളുടെ അതേ ആശയത്തിൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ലാംഗ്വേജിനേക്കാൾ വളരെ മനോഹരമായ ലാംഗ്വേജിൽ പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ എനിക്ക് പറ്റും. എനിക്ക് മാത്രമല്ല, നമ്മുടെ അച്ഛന്മാർക്ക്, ബിജനച്ചനുണ്ട്, ലൂക്കാച്ചനുണ്ട്, നമ്മുടെ അച്ഛന്മാർക്കൊക്കെ പറ്റും. നമ്മളുടെ ആ കുർബാന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകള് അതേ ആശയത്തില് അതിനേക്കാൾ മനോഹരമായി ജനങ്ങളുടെ ഹൃദയസ്പർശിയായ രീതിയിൽ, ചില ധ്യാനകേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ചില ധ്യാന ഗുരുക്കന്മാരൊക്കെ അങ്ങനെ ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. കുർബാനയുടെ സമയത്ത് കുർബാനയുടെ ലിറ്റർജിക്കൽ പ്രാർത്ഥനകൾ മാറ്റി വെച്ചിട്ട് അതിന് പകരം അച്ഛൻ സ്പോണ്ടേനിയസ് ആയിട്ട്, എന്നിട്ട് ആ കുർബാന കഴിഞ്ഞു വരുന്ന ആളുകൾ എന്തൊരു വൈകാരികതയായിരുന്നു ആ കുർബാന. ഭയങ്കര അഭിഷേകമായിരുന്നു. അത് അഭിഷേകമല്ല, നമ്മളതിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോയി കിട്ടും, പോവും. കാരണം നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുമ്പോൾ. പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് സഭ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചൊല്ലാൻ പാടില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് മനോഹരമായിട്ട് ചൊല്ലാൻ നമ്മുടെ അച്ഛന്മാർക്കൊക്കെ അറിയാം. പക്ഷെ എന്തുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നില്ല എന്നതിന് കാരണം അതിൽ സഭ അത് കറക്റ്റായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു സെന്റൻസുകളല്ലാതെ അല്ലെങ്കിൽ ആ ആശയങ്ങളല്ലാതെ മറ്റൊരു ആശയം അതിൽ ആഡ് ചെയ്യപ്പെടാതിരിക്കാനും പാഷണ്ഡതകൾ കടന്നു വരാതിരിക്കാനുമാണ്. അല്ലെ? മാതാവിനെ ദൈവമാതാവെന്ന് വിളിക്കണം എന്നുള്ളത് സഭയുടെ പ്രബോധനമാണ്. പണ്ടൊരു ബിഷപ്പ് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടില് അദ്ദേഹം പറഞ്ഞു, മാതാവിനെ ദൈവമാതാവെന്ന് വിളിക്കരുത്, ഈശോയുടെ അമ്മ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതിനെ വിളിക്കുന്ന പേര് ഹെരസീന, പാഷണ്ഡത. കാരണം ആദ്യ സഭ 5-ാം നൂറ്റാണ്ട് വരെ വിശ്വസിച്ചിരുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു വിശ്വാസ സത്യം. അപ്പൊ അത് വന്ന സമയത്ത് പെട്ടെന്ന് സഭ എന്ത് ചെയ്തു? AD 400 പെട്ടെന്ന് എഫേസോസിൽ സുനഹദോസ് കൂടിയിട്ട് അത് ചർച്ച ചെയ്തു. അപ്പൊ എല്ലാ സഭാപിതാക്കന്മാരും പറഞ്ഞു മാതാവിനെ ദൈവമാതാവ് തന്നെ വിളിക്കണം. കാരണം ആദിമസഭ അപ്പസ്തോലന്മാർ മുതൽ പഠിപ്പിച്ചു പോകുന്നത് അതാണ്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഡോക്മയായിട്ട്, അതിന് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. അതിന് വിരുദ്ധമായിട്ട് പഠിപ്പിച്ച ആ വ്യക്തിയെയും സമൂഹത്തെയും അന്ന് സഭയിൽ നിന്ന് പുറത്താക്കി. കാരണം ഹെരസിയാണത്, പാഷണ്ഡതയാണ്. അപ്പൊ നമ്മൾ കുർബാനയിൽ പോലും ചിലപ്പോൾ സ്പോണ്ടേനിയസ് പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ നാവ് പിഴച്ച് വലിയ പാഷണ്ഡതകൾ വരാം. നമ്മുടെ ചില പ്രാർത്ഥനകളുടെ ട്രാൻസ്ലേഷനിൽ പോലും, നമ്മുടെ ലാറ്റിനിൽ നിന്നും സുറിയാനിയിൽ നിന്നും ഒക്കെയുള്ള ചില ട്രാൻസ്ലേഷനിൽ പോലും വലിയ മിസ്റ്റേക്സ് നമുക്ക് കാണാൻ പറ്റും. കാരണം ചില പ്രാർത്ഥനകളിൽ ആര്യനിസത്തിന്റെ ഒക്കെ ഒരു സ്വാധീനമൊക്കെ കാണും. എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷനിൽ വരുന്ന മിസ്റ്റേക്ക് അത്. അപ്പൊ അവിടെ പോലും ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ കാലത്ത് വളരെ കർശനമായിട്ട് സഭ പറഞ്ഞു, ലിറ്റർജി കറക്റ്റ് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ വേണം, അതല്ല എങ്കിൽ പാഷണ്ഡതകൾ പ്രവേശിക്കും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ലിറ്റർജിക്കൽ ഫോമുകളിൽ കൃത്യമായ അതൊരു ഫോമായിട്ട് തന്നെ അത് മാറ്റി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ഈശോ എന്നുള്ള വ്യക്തിപരമായ സംഭാഷണമാണ്. അത് എനിക്ക് ഈശോയോട് പറയാം, എന്റെ ഈശോ എന്റെ കൂടെ നടക്കണേ, എന്റെ ഈശോ, നമുക്ക് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈശോയോട് സംസാരിക്കാം. അവിടെയാണ് ഇവിടെ പകാനിച്ചൻ പറയണേ, പ്രാർത്ഥന ദൈവത്തിന്റെ ഔദാര്യത്തിൽ നിന്ന് പുണ്യങ്ങൾ നേടുന്നതിന് യോഗ്യതകൾ സമ്പാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് പ്രാർത്ഥന.
അപ്പൊ നമ്മൾ ഈശോയുമായുള്ള ഇന്റിമസിയാണ് ഈ പ്രാർത്ഥനയിൽ വരുന്നത്. അപ്പൊ കുദാശകളെ പോലെയല്ല. കുദാശകൾ അത് കൃത്യമായിട്ട് ഫോം ആയിട്ട് നമുക്ക് വെഞ്ചിരിപ്പ്, അത് ആ ഫോം തന്നെ യൂസ് ചെയ്യണം. ചില അച്ഛന്മാർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വെഞ്ചിരിക്കുക, അത് കുഴപ്പമില്ല, അത് ആശീർവാദമാണ്, അച്ഛന്റെ ആശീർവാദം എപ്പോഴും വാലിഡ് ആണ്. പക്ഷെ അതിന്റെ ആ ഫോം ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ പിശാച് ഏറെ ഭയപ്പെടുന്ന ഒരു ഭാഷയാണ് ലത്തീൻ ഭാഷ. അതിന് കാരണം എന്താ? അതിന് കാരണം നമുക്ക് പഴയ ഒരു 1-ാം നൂറ്റാണ്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലത്തീൻ ഭാഷ ഒരു പേഗണിസത്തിന്റെ ഭാഷയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇറ്റലി അല്ലെങ്കിൽ റോമൻസ് അവര് പേഗൺ ആരാധന നടത്തിയിരുന്നവരാണ്. പക്ഷെ 4-ാം നൂറ്റാണ്ടിലേക്ക് വന്ന സമയത്ത്, 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോ അത് ഒരു ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിട്ട് ഔദ്യോഗികമായിട്ട് മാറുകയും സഭ അതിനെ ഔദ്യോഗികമായിട്ട് ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിട്ട് അതിനെ അങ്ങനെ കരുതുകയും ചെയ്തു. അതിനുശേഷം സഭ അതിനെ അങ്ങനെ ചെയ്തുകൊണ്ട് പിശാചിനെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ഉള്ള അധികാരം സഭയ്ക്ക് ഉള്ളത് കൊണ്ട് സഭ അതിന് അങ്ങനെ ഒരു റിസർവേഷൻ ലാംഗ്വേജിന് കൊടുത്തുകൊണ്ട് ഇന്ന് ലോകത്തിൽ പിശാച് ഏറ്റവും അധികം ഭയപ്പെടുന്ന, ഈശോ സംസാരിച്ച അരമായക്ക് പോലും ഉണ്ട്, പക്ഷെ അതിലേറെ പിശാച് ഭയപ്പെടുന്ന ഭാഷയാണ് ലത്തീൻ ഭാഷ. അതുകൊണ്ടാണ് പഴയ എക്സോർസിസങ്ങളിലൊക്കെ, അതായത് പിശാചിനെ ഭൂതോച്ചാരണം നടത്തുന്ന അച്ഛന്മാരൊക്കെ പഴയ എക്സോർസിസം എല്ലാം ലത്തീൻ ഭാഷയിൽ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ വയലറ്റ് എന്ന് പറയുന്ന നിറം, ഈ എക്സോർസിസം നടത്തുന്ന അച്ഛന്മാർ വയലറ്റ് നിറം ഉപയോഗിക്കുമ്പോൾ അത് പിശാച് ഭയങ്കര ഭയമാണെന്നാണ് എക്സോർസിസ്റ്റുകളൊക്കെ പറയുന്നത്. കാരണം എന്താ? അത് സഭ, അത് അനുതാപത്തിന്റെ പാപമോചനത്തിന്റെ അടയാളമായിട്ട് സഭ കൊടുത്തിരിക്കുക. അപ്പൊ അതൊക്കെ ലിറ്റർജിക്കൽ ഫോംസ് ആണ്. എന്നാൽ ഇത് നമ്മുടെ വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഈശോയോട് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അത് നമ്മളിൽ ദൈവത്തിന്റെ ഔദാര്യമായ പുണ്യങ്ങൾ കൂടുതൽ വളരാൻ കാരണമാവുമെന്നാണ് പകാലിച്ചൻ പറയുന്നത്. ഓക്കെ, ബാക്കി ഒന്ന് വായിച്ചേ. സമ്പൂർണമായ ലക്ഷ്യം പ്രാർത്ഥനയാണ് ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. പ്രത്യേകിച്ച് നാം അത് എളിമയോടും വിശ്വസ്തയോടും കൂടി ചെയ്യുമ്പോൾ. നമ്മുടെ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടി അല്ലാതെ പരിശുദ്ധിയോടുകൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. അവിടുത്തെ മഹത്വവും മഹാനന്മയും വെളിപ്പെടുത്താനായി നാം അവിടുത്തെ ഔദാര്യത്തിൽ നിന്ന് തീവ്രമായ ആഗ്രഹത്തോടെ കൃപകളും പുണ്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മിലേക്ക് നമുക്ക് വേണ്ടി അവ നൽകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, പ്രാർത്ഥനയാണ് ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. പ്രത്യേകിച്ച് നാം അത് എളിമയോടും വിശ്വസ്തയോടും കൂടെ ചെയ്യുമ്പോൾ, നമ്മൾ എളിമയോടും വിശ്വസ്തയോടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് ഭയങ്കര പ്രിയങ്കരമാണ്. പക്ഷെ അത് എങ്ങനെയുള്ളതാണെന്നാണ് അച്ഛൻ പറയുന്നത്? നമ്മുടെ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടി അല്ലാതെ. അപ്പൊ നമ്മൾ ചൊവ്വാഴ്ച നോവേനയ്ക്ക് പോണത് എന്തിനാ? ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വ്യാഴാഴ്ച മറ്റേ യുദാസ്ലിഹയുടെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥന്റെ അടുത്തോട്ട് ഓടിപ്പോകുന്ന എന്തിനാ? കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ കുറെ നിയോഗങ്ങളുണ്ട്. ഇവിടെ പറയാണ്, നമ്മുടെ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടി അല്ലാതെ പരിശുദ്ധിയോടുകൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ഈ പരിശുദ്ധി എന്നുള്ള വാക്ക് അവിടെ വിശുദ്ധി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. അത് വിശുദ്ധി എന്ന് ചിന്തിക്കുക. പരിശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നെ. ചെറിയ വ്യത്യാസമല്ല, അത് വലിയ വ്യത്യാസമാണ്. പരിശുദ്ധി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന, അത് പരിശുദ്ധമാണ്. പരിശുദ്ധിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്, ഒരു സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ് ഒന്നും അല്ല, എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്. പരിശുദ്ധി എന്ന് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അത് ഒരിക്കലും അശുദ്ധമല്ലാത്തത്, പാപമില്ലാത്തത് ആണ്. ദൈവം പരിശുദ്ധനാണ്. കാരണം ദൈവത്തിന് പാപമില്ല, അല്ലെങ്കിൽ ദൈവം പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ടതല്ല. മറിയം പരിശുദ്ധയാണ്, കാരണം പാപമില്ലാത്തവളാണ് മറിയം. ജന്മപാപവും കർമ്മപാപവും ഇല്ല മറിയത്തിന്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയം. കുർബാന പരിശുദ്ധമാണ് അല്ലെ? പക്ഷേ വിശുദ്ധന്മാരെ നമ്മൾ പരിശുദ്ധന്മാരെന്ന് സാധാരണ കത്തോലിക്ക സഭയിൽ വിളിക്കാറില്ല. വിശുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. വിശുദ്ധൻ എന്താ? പാപം ചെയ്തിട്ട്, മനസ്സിലായോ? പാപം ചെയ്തിട്ട്, അല്ലെങ്കിൽ പാപം ഉണ്ടായിരുന്നു പിന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു. ആ ഒരു കോണ്ടസ്റ്റ് ആണ് വിശുദ്ധി എന്ന് പറയുന്നത്. പരിശുദ്ധി എന്ന് പറയുന്നത് അതിനേക്കാളും കുറെ കൂടെ ഹോളിനെസ് എന്നുള്ള എന്താ പറയാ, ഭയങ്കര അതായത് പാപമേ ഇല്ലാത്തത്, ആ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് പാപമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയോടുകൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അത് അങ്ങനെ ആക്കുന്നത് നല്ലതാണ്, അതൊന്ന് ചിന്തിക്കുന്നത്.
വിശുദ്ധിയോടുകൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ഏതെങ്കിലും ഉപകാരത്തിന് വേണ്ടിയല്ല, മറിച്ച് വിശുദ്ധിയോടുകൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. എന്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പം നിങ്ങൾ ഒരു വളരെ ഔദാര്യമുള്ള ഒരു വ്യക്തിയാണ് വിചാരിക്കുക. ഞാൻ നിങ്ങളുടെ പിന്നാലെ നടന്ന് എനിക്ക് അത് തരുമോ, ഇത് തരുമോ, എനിക്ക് അത് തരുമോ എന്ന് എപ്പോഴും എനിക്ക് കുറെ റിക്വസ്റ്റുകളുമായി ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുകയാണെന്ന് വിചാരിക്കുക. എപ്പോഴും കുറെ റിക്വസ്റ്റുകൾ, എനിക്ക് അത് വേണം, ഇത് വേണം, അല്ലെങ്കിൽ അത് ചെയ്തു തരുമോ, കുറെ റിക്വസ്റ്റുകൾ. ഈ റിക്വസ്റ്റുകളുമായി എപ്പോഴും നിങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടമായിരിക്കുമോ? നോർമലി പൊതുവെ ഇഷ്ടമായിരിക്കില്ല. അവൻ എപ്പോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആളെ കാണുമ്പോഴേക്കും നമ്മൾ ദൂരെ നിന്ന് പറയാം, ഇപ്പൊ മിക്കവാറും കാശ് ചോദിക്കാനായിരിക്കും വരണേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനായിരിക്കും വരണേ എന്നൊരു ചിന്തയായിരിക്കും. ആ സമയം എപ്പോഴും നിങ്ങളുടെ ഗ്രേറ്റ്നെസ്, ആ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ഒരു സംഭവമാണ്, ആ ചേച്ചി അങ്ങനെ നമ്മൾ ചേച്ചിയുടെ നല്ല പുണ്യങ്ങൾ, നല്ല ഗുണങ്ങൾ പറഞ്ഞ് ചേച്ചിയെ എപ്പോഴും പൊക്കി പറയുന്ന ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് ആളെ അടുത്ത് വരുന്ന ഇഷ്ടം അല്ലേ? പൊതുവെ നമ്മളോട് എപ്പോഴും എനിക്ക് അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണോ, എപ്പോഴും നമ്മളെ ഒന്ന് പൊക്കി പറയുന്ന ആൾക്കാരെയാണോ നമുക്ക് ഇഷ്ടം? സ്വാഭാവികമായിട്ട് മാനുഷികമായിട്ട് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന. എന്റെ സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കുവാണ്, ഞാൻ പണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ അതൊരു സാക്ഷ്യം കൂടിയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ മധ്യസ്ഥതയിൽ ഒരു സ്വർണത്തിന്റെ നമുക്ക് ഹൗസിലേക്ക് ഒരു മാതാവിന്റെ രൂപത്തിലേക്ക് ഇടാനായിട്ട് ഒരു സ്വർണ്ണമാല ഒരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തു. അപ്പോ അത് ഞങ്ങൾ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അലമാരിയിൽ നിന്ന് ആ മാല കാണാതെ ഒരു ചെപ്പിലാണ് ഇട്ട് സൂക്ഷിച്ചിരുന്നത്. 4 വർഷം ഞാൻ വെച്ച സ്ഥലമൊക്കെ എനിക്കറിയാം. അവിടെ നിന്ന് പക്ഷെ ആ സ്ഥലത്തില്ല. 4 വർഷം അത് മിസ്സിംഗ് ആയിട്ട് ഇരുന്നു. അതിനുശേഷം അലമാരിയിൽ ഇരുന്ന സാധനങ്ങൾ മുഴുവൻ മാറ്റി കറുകൂറ്റിയിൽ നിന്ന് ഈ ഷെൽഫും അതിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം മാറ്റി ഷെൽഫ് കാലിയാക്കി ഇടുക്കിയിലേക്ക് ഈ ഷെൽഫ് എത്തിച്ചു. അതിനുശേഷം ഈ സാധനങ്ങളെല്ലാം റീസെറ്റ് ചെയ്തു. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തത്. അപ്പോഴൊന്നും ഈ മാല കണ്ടിട്ടില്ല. അപ്പൊ എന്റെ കൂടെയുള്ള വ്യക്തികൾക്കൊന്നും, എന്റെ കൂടെയുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ആ ബ്രദർ സമയത്തല്ല ഈ മാല നഷ്ടപ്പെട്ടത്. പക്ഷേ ഒരു ദിവസം ഞങ്ങളും കുരിശുമലയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്തോണീസ് പുണ്യാളന്റെ മധ്യസ്ഥതയിൽ കുറെ പ്രാർത്ഥിച്ചു. അന്തോണീസ് പുണ്യാളന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നു അന്തോണീസ് പുണ്യാള ഒരു മാതാവിന്റെ ഒരു മാല പോയായിരുന്നു, അത് എവിടെയാണെന്ന് അറിയാമോ? 4 വർഷം മുമ്പ് പോയത്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറിനോട് ഞാൻ പറഞ്ഞു, അങ്ങനെ മാല പോയായിരുന്നു, അത് എവിടെയാണെന്ന് അറിയാൻ പറഞ്ഞ, ഇനി കിട്ടാനൊന്നും പോണില്ല, എന്നാലും അന്തോണീസ് പുണ്യാളൻ വലിയ ശക്തിയുള്ള ആളല്ലേ എന്ന് ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം അതിനുശേഷം ഞങ്ങൾ കുരിശുമലയിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് വന്ന് എന്റെ അലമാരി തുറന്നപ്പോ ഈ അലമാരി തുറന്നപ്പോ അതിന്റെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അതിന്റെ ചെറിയ ഷെൽഫ് തുറന്നപ്പോ കാണാവുന്ന വിധം, ഈ അലമാരി എന്നും തുറക്കുന്നതാണ്, ആ ഷെൽഫ് എപ്പോഴും തുറക്കുന്നതാണ്, കാണാവുന്നത് പോലെ ആ വെളുത്ത ചെപ്പില് ആ മാല ഇരിപ്പുണ്ട്. ആ മാല ഇപ്പോഴും ആ അലമാരി തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ 4 വർഷങ്ങൾക്ക് ശേഷം ഈ മാല എങ്ങനെ കിട്ടി? അത് അന്തോണീസ് പുണ്യാളൻ അത്ഭുതം പ്രവർത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനപ്പം ചിന്തിച്ചു, ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിക്കുവാണ്, എന്റെ അന്തോണീസ് പുണ്യാളാ, ഞാൻ അന്തോണീസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചല്ലോ, ഇന്ന് പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചു. അന്തോണീസ് പുണ്യാളൻ പോയി അത് ഈശോയോട് പറഞ്ഞോ? അന്തോണീസ് പുണ്യാളൻ പോയി കാര്യം ഈശോയുടെ അടുത്ത്, ഈശോയെ ആ ജോയുടെ മാല പോയിട്ടുണ്ട്, ജോയുടെ എല്ലാം മാതാവിന്റെ മാല ജോയുടെ ആശ്രമത്തിൽ നിന്ന് പോയിട്ടുണ്ട്, അതൊന്ന് സെറ്റാക്കി കൊടുക്കുന്ന ഈശോയോട് പറഞ്ഞു കാണും. ഞാൻ വിശ്വസിക്കുന്നില്ല അന്തോണീസ് പുണ്യാളൻ പറഞ്ഞു എന്ന്. അന്തോണീസ് പുണ്യാളൻ അങ്ങനെ പറയാൻ പോയില്ല. കുഞ്ഞു കാര്യങ്ങൾ ഈശോയോട് പോയി പറയാനല്ലേ വേറെ. ഇതിനൊരു ഉദാഹരണമാണ് ഫാത്തിമയിലെ ജസീന്ത ഫ്രാൻസിസ് ലൂസി 3 പേരുണ്ടല്ലോ. അതിനകത്ത് ജസീന്ത മരിക്കാൻ കിടക്കാം. ജസീന്ത 11 വയസ്സുള്ള കുഞ്ഞിന്, 11 വയസ്സുള്ള ജസീന്ത മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലൂസി ഓടി വന്നു. കാരണം മാതാവ് പറഞ്ഞിരുന്നു ജസീന്ത ഇന്ന ദിവസം മരിക്കുന്നു. ലൂസി ഓടി വന്നിട്ട് ഒരു വലിയ ലിസ്റ്റുമായിട്ടാണ് ജസീന്തയുടെ അടുത്ത് വരണേ. കേൾക്കുന്നില്ല. പോയോ? സസ്പെൻസിൽ പോയല്ലേ? ഓഡിയോ ഇല്ല, ഓഡിയോ കട്ടായതാണ്. ഓഡിയോ മ്യൂട്ടായിരിക്കുക. ഓഡിയോ കട്ടായി.
ക്ഷമയോടുകൂടെ ഇരിക്കണേ. എന്താണെന്ന് അറിയില്ല, ഓഡിയോന്റെ ഒരു സിഗ്നലും ഇല്ല, വീഡിയോ കട്ടായിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് എനിക്ക് റെസ്പോൺസ് ഇല്ല. ഓക്കെ 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 ഓക്കെ. നമുക്കപ്പോഴേക്കും ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കേൾക്കാവോ? ഓക്കെ ഓക്കെ ഓക്കെ. അത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, സംസാരിച്ചുകൊണ്ട് ഒരു തിന്മയുടെ ഒരു പ്രവർത്തനമായിരിക്കാം. കാരണം പെട്ടെന്ന് എന്റെ ഫോണിലെ സ്ക്രീനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. സൂം തനിയെ സൂം ഔട്ട് ഇതായിപ്പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഞാൻ എന്താ പറഞ്ഞു തന്നത്? അതിനകത്തൊരു ബ്രേക്ക്. ഞാൻ എന്താ പറഞ്ഞത് ഓർക്കണ്ടോ? അന്തോനീസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അവസാനം എന്താ പറഞ്ഞ? ഒരാൾ പറയാവോ? ഫാത്തിമയിലെ ജസീന്തയുടെ കാര്യം. ഓക്കെ ജസീന്ത. അപ്പൊ ജസീന്ത മരിക്കാൻ കിടക്കുന്ന സമയത്ത് ജസീന്തയുടെ മുമ്പിൽ ഒരു വലിയ ലിസ്റ്റാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് നമുക്കത് ഈ ഒരു ചാപ്റ്റർ മാത്രമായിരിക്കും ഇന്ന് കാണാൻ പറ്റുന്ന സമയം ഉണ്ടാവുള്ളൂ. അപ്പോ ഒരു വലിയ ലിസ്റ്റുമായിട്ടാണ് ലൂസി വന്നത്. ലൂസി അപ്പോ ജസീന്തയോട് പറയാണ്, ജസീന്ത, നീ ആദ്യ മാതാവിനെ ഈശോയും കാണുമ്പോ ഈ കാര്യം ഞാൻ ഈ പറയുന്ന ഒന്നും മറക്കരുത്, ഓരോന്നും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ഒന്നുപോലും മറക്കരുത് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഒരു ലിസ്റ്റ് തന്നെ ജസീന്തയോട് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ജസീന്തയോട് ചോദിച്ചു, നീ ഇത് മറക്കുവോ? ഇത് ഓർമ്മയുണ്ടോ? അപ്പൊ ജസീന്ത പറഞ്ഞു, ഇതെല്ലാം ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജസീന്ത അപ്പൊ പറഞ്ഞു, നീ ഇതെല്ലാം പറയില്ലേ ജസീന്ത? അവിടെ ചെല്ലുമ്പോ മറന്നു പോവോ, പറയില്ലേ ജസീന്ത എന്ന് ചോദിച്ചപ്പോ ജസീന്ത പറഞ്ഞ എന്നാന്നറിയോ ലൂസി? ഞാൻ അവിടെ ചെല്ലുമ്പോ ഈശോയെയും മാതാവിനെയും കണ്ടു കഴിയുമ്പോ, ഈശോയെയും മാതാവിനെയും കണ്ട ആനന്ദത്തിൽ അവരെ സ്നേഹിക്കുകയും ഈശോയെ ആരാധിക്കുകയും ചെയ്യുമ്പോ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കാൻ സാധ്യതയില്ല. കാരണം ഈശോയെ സ്നേഹിക്കുകയും ഈശോയെ ആരാധിക്കുകയും മാതാവിനെ ഹൃദയപൂർവ്വം സ്നേഹിച്ച് അടുത്തിരിക്കുകയും ചെയ്യുമ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഓർത്തിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം
എന്നേക്കാൾ വിശ്വസ്തനായ ഈശോ കേട്ടിട്ടുണ്ടല്ലോ. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നേക്കാൾ വിശ്വസ്തനായ ഈശോ കേട്ട് കഴിഞ്ഞല്ലോ. ഈശോ കേൾക്കാതെ എന്താ നീ പറഞ്ഞേ? അപ്പൊ ഞാൻ അന്തോണീസ് പുണ്യാളോട് പ്രാർത്ഥിച്ചത്, അന്തോണീസ് പുണ്യാളാണ് അവിടെ പോയിട്ട് ഈശോയെ ജോയ്ക്ക് മണിയടിച്ചിട്ട് ജോയ്ക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറയണതായിരിക്കുമോ ഈശോ അന്തോണീസ് പുണ്യാളനോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞത്? ഈശോ ഡയറക്റ്റ് ആയിട്ട് കേൾക്കുന്നതായിരിക്കും. വേറൊരു കാര്യം കൂടി ഉണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഈ പ്രാർത്ഥനയുടെ ഭാഗത്ത് പറയാനല്ലേ, അവിടുത്തെ മഹത്വവും മഹാനന്മയും വെളിപ്പെടുത്താനായി നാം അവിടുത്തെ ഔദാര്യത്തിന് തീവ്രമായ ആഗ്രഹത്തോടെ കൃപകളും പുണ്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മിലേക്ക് നമുക്ക് വേണ്ടി അവ നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതായത് അവിടുത്തെ മഹത്വപ്പെടുന്നത് സ്വർഗത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ച്, സ്വർഗത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയാണോ സ്തുതിപ്പാണോ നടക്കുന്നത്? നിങ്ങൾ ബൈബിളിൽ എടുത്ത് വെളിപാട് പുസ്തകത്തിലും അതുപോലെ തന്നെ ദാനിയേൽ പ്രവചനം എടുത്ത് നോക്കിക്കോ. അവിടെ മുഴുവൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അങ്ങനെ മഹത്വത്തിൽ നിറഞ്ഞിരിക്കുന്നു, ഉന്നതങ്ങളിൽ ഓശാന, അല്ലെ? സങ്കീർത്തകന്റെ പ്രാർത്ഥന മുഴുവൻ എങ്ങനെയാ? സൃഷ്ടജാലങ്ങളോട് ചേർന്ന് കർത്താവെ ഞാൻ നിന്നെ മഹത്വപ്പെടുന്നു. ആകാശം അങ്ങനെ സ്തുതിക്കുന്നു, ഭൂമി അങ്ങനെ സ്തുതിക്കുന്നു, മലകളും പർവ്വതങ്ങളും അങ്ങനെ ആരാധിക്കുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പൊ സ്വർഗത്തിൽ പ്രാർത്ഥന എന്താ? ദൈവത്തെ ഇങ്ങനെ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്സുകൾ പറഞ്ഞ്, ഈ ആകാശം അങ്ങ് സൃഷ്ടിച്ചത് ഇത് അങ്ങയുടെ കരവേലയാണ്, അല്ലെ? നമ്മൾ സങ്കീർത്തനങ്ങൾ നമ്മൾ യാമപ്രാർത്ഥനകൾ ചൊല്ലും, അതായത് ലിറ്റർജിക്കൽ പ്രേയേഴ്സ് ഒക്കെ ചൊല്ലുന്ന സമയത്ത് അതിനകത്ത് സങ്കീർത്തനങ്ങൾ വായിക്കും. അത് ഇന്റർസെസറി പ്രയർ അല്ല, മുഴുവൻ ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് സ്വർഗത്തിന്റെ പ്രാർത്ഥന, എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് പറയുക. ദൈവമാണ് ആകാശം സൃഷ്ടിച്ചത്, ദൈവമാണ് ഭൂമി സൃഷ്ടിച്ചത്, ഈ സർവ്വചരാചരങ്ങളും ദൈവമാണ് കൊണ്ടു നടക്കണേ, അല്ലെ? മനുഷ്യനെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞെടുത്ത ദൈവമാണ്, ഈ ജീവജാലങ്ങളെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ദൈവമാണ്, ഈ മലയെ ഉറപ്പിച്ച ദൈവമാണ്, സൂര്യനെ സൃഷ്ടിച്ചു. ഇതിനെ മുഴുവൻ, അല്ലെ, സങ്കീർത്തനം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. തീർച്ചയായും നേടുന്ന മാൻപേടെ പോലെ എന്റെ ദൈവമേ അങ്ങേ തേടുന്നു. അപ്പൊ ഇത് ഇന്റർസെസറി പ്രയർ അല്ല, മുഴുവൻ ഇങ്ങനെ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്സുകൾ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഭൂമിയിലാണ് ഇന്റർസെസറി പ്രയർ ഉള്ളത്. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? അന്തോണീസ് പുണ്യാളനോട് ഞാൻ കാര്യം പറഞ്ഞു. അന്തോണീസ് പുണ്യാളൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അന്തോണീസ് പുണ്യാളൻ ഉറപ്പായിട്ടും കേൾക്കും. ഞാൻ അന്തോണീസ് പുണ്യാളൻ എന്റെ മാല നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞ അന്തോണീസ് പുണ്യാളൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്തോണീസ് പുണ്യാളൻ അത് കേട്ടിട്ട് ചിരിച്ചു. നമ്മുടെ ജസീന്ത പറഞ്ഞതുപോലെ ചിരിച്ചതുപോലെ ചിരിച്ചു. കാരണം ഇതെല്ലാം ഈശോ കേട്ടിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഈശോ കേട്ടു. വീണ്ടും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അന്തോണീസ് പുണ്യാളൻ ചെയ്യാൻ പോകുന്നത് മുഴുവൻ സമയം ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ എന്നെ ഒത്തിരി അധികം എന്നെ സ്നേഹിക്കുകയും എന്റെ ഗ്രേറ്റ്നെസ്സുകൾ പറഞ്ഞ് ഈ ബ്രദർ സംഭവം എന്നൊക്കെ പോലെ 10 പേരെ പറഞ്ഞ് ഞാൻ മിക്കവാറും ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അവൻ എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടറിഞ്ഞ് ഒരു 2 കൂടുതൽ ചെയ്തു കൊടുക്കും, അല്ലെ? നമ്മളോട് പിന്നാലെ നടന്ന് എനിക്ക് 10 രൂപ വേണം, എനിക്ക് 10 രൂപ വേണം, എനിക്ക് 10 രൂപ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണേക്കാൾ എന്നെ ഒന്ന് സ്നേഹിക്കുകയും എന്റെ ഗ്രേറ്റ്നെസ് പറഞ്ഞ അവന് 10 ചോദിച്ചാൽ ഞാൻ 10 ചോദിക്കാതെ തന്നെ ഞാൻ അവന് 100 1000 കൊടുക്കും. അതാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മുടെ മനസ്സ് അറിയുന്നുണ്ട്, ഈ വിശുദ്ധന്മാരുടെ മനസ്സ് ദൈവം അറിയുന്നുണ്ട്. അപ്പൊ സ്വർഗത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് മുഴുവൻ ദൈവത്തെ മഹത്വം. അവിടെയാണ് ഇവിടെ പകാനിച്ചൻ പറയുന്നത് ഉപകാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, പിന്നെ എന്താ? അവിടുത്തെ മഹത്വവും അവിടുത്തെ മഹാനന്മയും വെളിപ്പെടുത്തിക്കൊണ്ട്, അതായത് അവിടുത്തെ മഹത്വം അവിടുത്തെ മഹാനന്മയും അത് വെച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ആഗ്രഹത്തോടെ പുണ്യങ്ങളും കൃപകളും ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ? നമുക്ക് കുറെ ഇത് കിട്ടാനില്ല, നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിന് പുണ്യങ്ങൾ ഇത് ചോദിക്കുമ്പോൾ അവ നമുക്ക് നൽകാൻ ദൈവം ആഗ്രഹിക്കും. ബാക്കി വായിച്ചേ. പ്രാർത്ഥിക്കുമ്പോൾ അവ നമ്മുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി. അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും നേട്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തിന്റെ ഹിതമാണോ എന്നാണ് നോക്കേണ്ടത്. വളരെ നാളായി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആ കാര്യം ഉപേക്ഷിക്കാൻ നാം തയ്യാറായിരിക്കണം. ദൈവഹിതം നമ്മുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഹിതത്തിനെതിരായതും ദൈവത്തിന് ഹിതകരമായത് ആഗ്രഹിക്കുവാനും ചോദിക്കുവാനും നമുക്ക് കഴിയണം. അതെ, ഇനിയിപ്പോ നമ്മുടെ ചെറിയ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ.
5 വർഷം പ്രാർത്ഥിച്ചു, 7 വർഷം പ്രാർത്ഥിച്ചു, 9 വർഷം പ്രാർത്ഥിച്ചു, എന്നിട്ടും നടക്കുന്നില്ല. അപ്പം ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുകൂടെ കാണിക്കണം എന്നാണ് അച്ഛൻ പറയുന്നത്. ദൈവഹിതം നമ്മുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമാണ്. ഒരു പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന്, ഇപ്പോ പണ്ട് ഒരു കുട്ടികളുടെ യുവജനങ്ങളുടെ ധ്യാനത്തിന് ഒരു ഇന്റർസെഷൻ എനിക്ക് എഴുതി കിട്ടി. അത് കിട്ടിയ ഇന്റർസെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഒരു ഹിന്ദു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. ആ ചെറുക്കൻ എഴുതിയേക്കാണ്, ഞാനൊരു ഹിന്ദു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്, എന്റെ മാതാപിതാക്കൾ അതിനെ അനുവദിക്കില്ല. അതപ്പോ അവര് മാതാപിതാക്കൾ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല, അവൻ പ്രാർത്ഥന എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് രഹസ്യമായി അവൾക്ക് 18 വയസ്സാകുമ്പോൾ ഒളിച്ചോടണം, അതിനു വേണ്ടിയുള്ള കറക്റ്റ് വഴിയൊക്കെ സെറ്റാക്കി തരണം. പറ്റിയ പ്രാർത്ഥനയാണ് അവൻ എഴുതിയേക്കുന്നത്. അവൻ അവളെ കൊണ്ട് ഒളിച്ചോടണം എന്നാണ് അവന്റെ ആഗ്രഹം. അപ്പൊ ആ ഒളിച്ചോടുന്നത് അത് സേഫ് ആക്കി തരിക. ആ പോകുന്ന വഴിക്ക് അപ്പനും അമ്മയും ഒന്ന് കണ്ടുപിടിക്കരുത്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, സേഫ് ആയിട്ട് അവള് രാത്രി ചാടിപ്പോരുമ്പോ വേറെ ആരും കാണരുത്. ഇതാണ് ഇവൻ പ്രാർത്ഥിച്ചത്. അപ്പൊ ഇവന്റെ പ്രാർത്ഥന എന്തും ദൈവം അങ്ങനെ സ്വീകരിക്കുമോ? അവിടെയാണ് ദൈവഹിതം നമ്മുടെ ആഗ്രഹത്തിന് ഒരു പക്ഷെ നേരെ വിപരീതമാകാം. അപ്പൊ ദൈവഹിതമാണ് നടക്കേണ്ടത്, നമ്മുടെ ആഗ്രഹമല്ല. ദൈവത്തിന്റെ ഹിതമാണ് നടക്കേണ്ടത്. അവിടെയാണ് ദൈവഹിതം നമ്മുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഹിതത്തിന് എതിരായതും ദൈവത്തിന് ഹിതകരവുമായത് ആഗ്രഹിക്കുകയും ചോദിക്കുകയും നമുക്ക് അതിന് പറ്റണം. അപ്പോ നമ്മുടെ ഹിതത്തിന് വിരുദ്ധമായതും ദൈവത്തിന്റെ ഹിതത്തിന് ചേർന്നതുമായ കാര്യങ്ങൾ ചോദിക്കാനും അത് ആഗ്രഹിക്കാനും പറ്റണം. അപ്പം എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മുടെ ഇഷ്ടമല്ല. അവിടെയാണ് മറിയത്തിന്റെ പ്രാർത്ഥന, അല്ലെ? മാതാവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? മാതാവ് ഗബ്രിയേലിനോട് പ്രാർത്ഥിച്ചതെന്ന് തന്നെ പറയാം. ഈ സംസാരിക്കുന്നതിന് പ്രാർത്ഥന എന്നാണ് പറയുന്നത്, വ്യക്തിപരമായി സംസാരിക്കുന്നതിന്. ഇപ്പോ ഗബ്രിയേൽ ദേവദൂതൻ പറഞ്ഞപ്പോ ഇതൊന്നും മറിയത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചിയോട് ചോദിക്കുകയാണ്, അല്ലെ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു ചേച്ചിയോട് ചോദിക്കുവാണ്, മാതാവിന്റെ സ്ഥാനത്ത് ജോളി ചേച്ചി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലൂസി ചേച്ചി ആയിരുന്നെങ്കിൽ, ലൂസി ചേച്ചിക്ക് 18 വയസ്സുള്ള സമയത്ത് ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ലൂസി ചേച്ചിയോട് പറയാണ്, ലൂസി, ദൈവകൃപ നിറഞ്ഞവളെ, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ലൂസി ചേച്ചിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നോർമലി പറ. അല്ലെങ്കിൽ വേണ്ട, ലൂസി ചേച്ചിയുടെ കൊച്ചുമോൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കൊച്ചുമോള് വന്നിട്ട് ലൂസി ചേച്ചിയോട്, അമ്മാമേ, എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുവാവേണ്ടെന്ന് മാലാഖ പറഞ്ഞു. ലൂസി ചേച്ചിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അങ്ങനെ നമ്മൾ മാതാവിന്റെ ആ അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കി. മാതാവ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കാണും? മാതാവിനോട് ചെന്ന് മാതാവിന്റെ സഹോദരിമാരോടൊക്കെ പറയാൻ പറ്റുമോ, എന്റെ വയറ്റിലൊരു കുട്ടിയുണ്ട്, പക്ഷെ അത് മാലാഖ പ്രത്യക്ഷപ്പെട്ട അത്ഭുത ശിശുവാന്ന് പറഞ്ഞു? ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യോ? അവിടെയാണ് എന്റെ ഹിതം മറിയം പറയുന്നത്. അവിടെയാണ് മറിയത്തിന്റെ ഗ്രേറ്റ്നെസ് നമ്മൾ കാണുന്നത്. മറിയം പറയുന്നത്, ഇത് എങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ പുരുഷനെ അറിയുന്നില്ല, പക്ഷെ എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. എന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതമാണ്. അതാണ് ദൈവത്തിന്. അത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും നേരെ വിപരീതമാണ്. ഒരുപക്ഷെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതാണെന്നേ ദൈവത്തിന്റെ ഹിതം. അപ്പൊ അതാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അത് ഒരുപക്ഷെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നില്ല. ബാക്കി വായിച്ചേ, അവസാനത്തെ പാരഗ്രാഫ്, അവസാനത്തെ ഭാഗം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരെങ്കിലും വായിക്കും, പെട്ടെന്ന് വായിക്കേ. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം. ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം പരിശീലിക്കാൻ നമുക്ക് കഴിയും. കൃപകളോ പ്രചോദനമോ പുണ്യമോ ഏതെങ്കിലും അപകടത്തിൽ നിന്നുള്ള മോചനമോ ആന്തരികമോ ബാഹ്യമോ ആയ സഹനങ്ങളിൽ നിന്നുള്ള വിടുതലോ പാപങ്ങൾക്ക് ക്ഷമയോ രക്ഷയോ ആത്മാവിന്റെ പൂർണ്ണതയോ മറ്റെന്തെങ്കിലുമോ ചോദിച്ചാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ദൈവഹിതമാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് എളിമയോടും വിശ്വസ്തയോടും കൂടെ നാം ചോദിക്കണം. നാം പ്രവർത്തിക്കുകയും സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവിടത്തേക്ക് വേണ്ടി മാത്രം, അവിടത്തെ തൃപ്തിപ്പെടുത്താൻ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. ദൈവം മാത്രം സ്നേഹിക്കപ്പെടേണ്ടതും
അവിടുന്ന് മാത്രമാണ് ആദരിക്കപ്പെടേണ്ടതും സ്തുതിക്കപ്പെടേണ്ടതും. അതും യാതൊരു വ്യവസ്ഥയോ താരതമ്യമോ അവസാനമോ ഇല്ലാത്ത വിധം മറ്റാർക്കും അർഹതയില്ലാത്ത വിധം സ്വീകരിക്കാൻ ദൈവം മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. ദൈവം മാത്രമാണ് സ്നേഹിക്കപ്പെടേണ്ടത്, അല്ലെ? ദൈവം മാത്രമാണ് ആദരിക്കപ്പെടേണ്ടത്. അപ്പൊ നോക്കിക്കേ, ദൈവം മാത്രമാണ് സ്നേഹിക്കപ്പെടേണ്ടത്, ദൈവം മാത്രമാണ് ആദരിക്കപ്പെടേണ്ടത്, സ്തുതിക്കപ്പെടേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇതൊന്നും അതും യാതൊരു വ്യവസ്ഥകളോ താല്പര്യമോ അവസ്ഥയോ ഇല്ലാത്ത വിധം, മറ്റാർക്കും അർഹതയില്ലാത്ത വിധം സ്വീകരിക്കാൻ ദൈവം മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. അപ്പൊ ദൈവം മാത്രമാണ് എല്ലാ സ്നേഹത്തിനും, എല്ലാ ആദരത്തിനും, എല്ലാ സ്തുതിക്കും, എല്ലാ മഹത്വത്തിനും യോഗ്യമായിട്ടുള്ളത്. അതിന്റെ തീവ്രത കാണിക്കാൻ വേണ്ടി അച്ഛൻ എഴുതിയേക്ക് നോക്കിയേ. അതും യാതൊരു വ്യവസ്ഥയോ താരതമ്യമോ അവസാനമോ ഇല്ലാത്ത വിധം, യാതൊരു വ്യവസ്ഥയില്ല. ദൈവം മാത്രമാണ് സ്നേഹിക്കപ്പെടേണ്ടതെന്നും ആദരിക്കപ്പെടേണ്ടതെന്നും ബഹുമാനിക്കപ്പെടേണ്ടതെന്നും മഹത്വപ്പെടേണ്ടതെന്നും സ്തുതിക്കപ്പെടേണ്ടതെന്ന് എന്നതിന് യാതൊരു വ്യവസ്ഥയില്ല, യാതൊരു താരതമ്യമില്ല, അല്ലെങ്കിൽ യാതൊരു എന്താ പറയാ വ്യവസ്ഥയോ താരതമ്യമോ അവസാനമോ ഇല്ല. മറ്റാർക്കും അതിന് അർഹതയില്ല. അപ്പൊ ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ആഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മൾ പുണ്യങ്ങളായിരിക്കാം ചോദിക്കുന്നത്, കൃപകള്, പ്രചോദനം, പുണ്യം, ഏതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ. ഇത് ചോദിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ഹിതമാണോ? ഇത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ, ഇത് ദൈവത്തിന്റെ ഹിതമാണോ, അത് അന്വേഷിക്കണം. ദൈവത്തിന്റെ ഹിതമായിട്ടുള്ളത് മാത്രം എന്നിൽ നടക്കണം. ഇതാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാം, നമുക്ക് എന്തും പ്രാർത്ഥിക്കാം, പക്ഷെ നമ്മൾ ചോദിക്കുന്നത് എന്തും ദൈവത്തിന്റെ ഹിതമാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ദൈവത്തിന്റെ ഹിതമായിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു പുണ്യമായിരിക്കാം ചോദിക്കുക, എനിക്ക് സ്നേഹിക്കാനുള്ള പുണ്യം തരണേന്നായിരിക്കും ചോദിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു കൃപ, ഒരു ഭാഷാവരം തരണേ, എനിക്ക് രോഗശാന്തിക്കുള്ള വരണം തരണേ, എന്തും ആയിക്കോട്ടെ. എന്ത് കാര്യം ചോദിക്കുമ്പോഴും അത് ദൈവത്തിന്റെ ഹിതമാണോ നമുക്ക് ചോദിക്കാം. പക്ഷെ കുറെ നാളായിട്ട് നടക്കണില്ലെങ്കിൽ അതൊരു പക്ഷെ ദൈവത്തിന്റെ ഹിതമായിരിക്കില്ല. എന്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ. ഞങ്ങളുടെ ഒരു ആശ്രമ നിയമം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയൊരു വാക്കാണ്, മറിയത്തെ പോലെ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ചിന്തിച്ച് അനുസരിക്കാനുള്ള ഒരു കൃപ, അല്ല ഒരു അനുസരണം അത് കാണിക്കണം. ആശ്രമത്തിൽ ജീവിക്കുന്നവരൊക്കെ നമ്മുടെ ഇഷ്ടത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണമെന്ന്. അപ്പോൾ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഹിതമാണ് ഇവിടെ സംഭവിക്കേണ്ടത്. ഈ ഒരു ബോധ്യം നമ്മളിലുണ്ടാവും. അപ്പൊ നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ മെയിനായിട്ട് ഈ ഒരു കാര്യമാണ്, ഫലപ്രദമായ പ്രാർത്ഥന. എന്താണ്? നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പല അർത്ഥങ്ങളും കാണാറുണ്ട്, പലപ്പോഴും പല തരത്തിൽ പ്രാർത്ഥനയെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള യഥാർത്ഥമായ സംസാരമാണ്. ഞാനും നിങ്ങളും ദൈവത്തോട് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിന്റെ വാക്ക് തിരികെ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യണം. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാനും കൂടെ ഇപ്പൊ നമ്മുടെ ഉള്ളിലെ ആന്തരിക ചെലപ്പുകളൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. നമ്മുടെ ഉള്ളിലൊക്കെ ഒത്തിരി ആന്തരിക ചെലപ്പുകളുണ്ട്. ആന്തരിക ചെലപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസ്വസ്ഥതകൾ. ഒരുപക്ഷെ നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുമായിരിക്കും, ആരോടും മിണ്ടുന്നില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആന്തരിക ചെലപ്പുകളൊക്കെ നിയന്ത്രിച്ച് ദൈവവുമായി ഒന്ന് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്നത്തെ അധ്യായം പകാനിയച്ചൻ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം നമുക്ക് കഴിഞ്ഞു. ബാക്കി 2 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പൊ ആശീർവാദത്തോടു കൂടി ഇന്ന് അവസാനിക്കുകയാണ്. ബാക്കി അടുത്ത തിങ്കളാഴ്ച രാത്രി 9:30 അല്ല 8:30 ഇന്ത്യൻ സമയം. ഇപ്പൊ ഇന്ന് വോയിസ് ഇടണം. അത് ഇനി പറയാനില്ല, കുറെ പേര് വോയിസ് ഇടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. വോയിസ് ഇടാത്തവരെല്ലാവരും വോയിസ് ഇടും. ഇനി ഓരോ ദിവസം പിറകെ നടന്ന് വോയിസ് ഇടുന്ന് പറയാം. ഇനി നിങ്ങൾ കുറച്ചുകൂടി വളർന്നു തുടങ്ങി. കാരണം ഇത്രയൊക്കെ കേട്ടിട്ട് വിശ്വസ്തയോടെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അത് ചെയ്യുക, അല്ലെ?
ഇനി നിങ്ങൾ വിശ്വസ്തത കാണിക്കുക, നിങ്ങൾ തന്നെ വിശ്വസ്തത കാണിക്കുക. ബ്രദർ പറഞ്ഞില്ല, സിസ്റ്റർ പറഞ്ഞില്ല, വോയിസ് ഇടാത്തവരുടെ ലിസ്റ്റ് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും നോട്ട് ചെയ്യുന്നുണ്ട്, വോയിസ് ഇടാത്തവരെയൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ വിശ്വസ്തത കാണിക്കുക, എല്ലാവരും വോയിസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക, എല്ലാവരും ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വിശ്വസ്തയോടെ ചെയ്യുക അല്ലെ, കർത്താവിന്റെ മുമ്പിൽ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത. 1 മിനിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ലെന്നേ, 2 സെന്റൻസ് ആണെങ്കിൽ കുഴപ്പമില്ലെന്നേ, അതങ്ങ് ചെയ്യുക. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായവനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുക. ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തോരം സ്പോണ്ടേനിയസ് ആയിട്ട് പറയാനാണെങ്കിൽ എന്തോരം പറയാൻ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ. അത് ഇതിനകത്തുള്ള കുറെ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ വായിച്ച് പറയാനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് തോന്നി, 2-3 സെന്റൻസ് ആണെങ്കിലും അത് നിങ്ങൾ പറയുക. അത് പറയുമ്പോഴാണ് അതിനൊരു ഒരു അനുഗ്രഹം ഉള്ളത്. ഓക്കെ, അപ്പൊ അതെല്ലാവരും ചെയ്യാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. ബിജനച്ചനോ ലൂക്കാച്ചനോ ഉണ്ടോ? ബിജനച്ചനും ഉണ്ട്, ലൂക്കാച്ചനും ഉണ്ട്. ബ്രദറെ, ഒരു കാര്യം ഞാനൊന്ന് ചെറിയൊരു സംശയം ഇപ്പൊ പറഞ്ഞതിനകത്ത് എന്റെ ഒരു പറഞ്ഞ സജഷൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുവാണേ. അതായത് ദൈവകൃപ നിറഞ്ഞ മറിയമേന്ന് നമ്മൾ ചൊല്ലുന്നത് റൈറ്റ് ആണ് അതിന്റെ ഇത്. പക്ഷെ നമ്മള് പൊതുവായിട്ട് ഒരു സമൂഹത്തില് പൊതുവായി നമ്മൾ ശീലിച്ചിരിക്കുന്നത് നമ്മുടെ സഭയില് നന്മ നിറഞ്ഞ മറിയമേ എന്നായതുകൊണ്ട് പലപ്പോഴും നമ്മള് വ്യക്തിപരമായ നമ്മുടെ അറിവ് വെച്ച് നമ്മൾ ചെല്ലുമ്പം പലപ്പോഴും മറ്റു വ്യക്തികൾക്ക് പലപ്പോഴും അതൊരു ആശയക്കുഴപ്പത്തിന് പലപ്പോഴും കാരണമാകാറുണ്ട്. അപ്പം സാധാരണഗതിയിൽ ഞാൻ ഇപ്പൊ നമ്മുടെ ഇടവകയിലാണെങ്കിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളാണ് വരുമ്പോൾ ഞാൻ പൊതുവായി പറയാനുള്ളത്, നമ്മൾ വ്യക്തിപരമായി നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ വെച്ച് നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുക. പൊതുവായി നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഇതുവരെ സഭ നമ്മളോട് പൊതുവെ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന രീതി ചെയ്യുവാണെങ്കിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ നമ്മൾ പോകും. അപ്പൊ ഈവൻ നമ്മുടെ ഈ കൂട്ടായ്മയിലാണേലും എന്ന് എനിക്കൊരു തോന്നൽ. കാരണം ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഈ പറയുന്ന 10-15 പേര് പുതിയൊരു ഐഡിയ കിട്ടിയെന്നുള്ള രീതിയിൽ അവർ അടുത്ത സമൂഹത്തിൽ പോയി എന്ന് പറയുമ്പം അവരവരുടെ സ്ഥലങ്ങളിൽ ഈ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങും ഇനി. അപ്പം വീണ്ടും അവിടെ ഒരു ആശയക്കുഴപ്പം. ഇപ്പൊ ഈ ബ്രദർ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു കൺഫ്യൂഷൻ വരികയും ചെയ്യും. അപ്പം എന്റെ സാഹചര്യത്തിൽ ഒരു ചെറിയൊരു അഭിപ്രായം പറയുന്നേ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ശരിയാണ്. കാരണം പിന്നെ ഒരു കാര്യം തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാല് വിശുദ്ധർക്കും മാതാവിനും ഒക്കെ ഒരു ഇന്റർസെസറി പവർ ഉണ്ട്. ഇന്റർസെസറി പവർ ഉണ്ട്. ഞാൻ ഇന്റർസെസറി പവർ ഇല്ലെന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വരുമ്പോ നമ്മൾ ചിലപ്പം ആ ഒരു അർത്ഥത്തിലേക്ക് മാറിപ്പോകും, ചെറുതായിട്ട് ഡൈവേർട്ട് പോകുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. അപ്പം അത് ഉദ്ദേശിച്ചതല്ലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു, ഇന്റർസെസറി പവർ ഉണ്ട്, തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ അവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇന്റർസെസറി പവർ ഇല്ല എന്നല്ല, അവർക്ക് ഇന്റർസെസറി പവർ ഉണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു അർത്ഥമേ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം കറക്റ്റ് ചെയ്യുക. അത് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാതാവിനും വിശുദ്ധർക്കും ഇന്റർസെസറി പവർ ഉണ്ട്, അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ മറ്റേ ഫാത്തിമയിലെ കുഞ്ഞുങ്ങളുടെ കാര്യം കൂട്ടി പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞാണ്. അവര് ഒരു പക്ഷെ ആ പർട്ടിക്കുലർ കാര്യം അങ്ങനെ ആയിരിക്കില്ല അവര് പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കേണ്ടതാണ്, അത് സത്യമാണ്. ദൈവത്തെ കാണുമ്പോൾ നമ്മൾ മറ്റ് മധ്യസ്ഥം വഹിക്കുന്നതിനേക്കാൾ ആരാധിക്കാനൊക്കെ അതെല്ലാം അത് തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യമാണ്. അതിനകത്ത് ആ ഒരു കോണ്ടെക്സ്റ്റ് ചിലപ്പം പറഞ്ഞതിനകത്തൊരു വ്യത്യാസവും നമ്മൾ ചിന്തിച്ച വ്യത്യാസമായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നം വന്നത്. എന്തായാലും രണ്ട് കാര്യം നിന്റെ മനസ്സിൽ തോന്നി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റ് ആണ് അച്ഛാ, കറക്റ്റ് ആണ്. തീർച്ചയായിട്ടും അച്ഛന്മാർ ഇങ്ങനെ എന്തെങ്കിലും കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അത് ചോദിക്കുക അല്ലെങ്കിൽ അവരത് കറക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ അതൊരു പക്ഷേ അത് പറഞ്ഞ ആളുകളിൽ തെറ്റിദ്ധാരണ സംഭവിക്കാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും കറക്റ്റ് കാര്യം കറക്റ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കോൺടെക്സ്റ്റ് അച്ഛൻ പറഞ്ഞത് തന്നെയാണ്. ഞാനിത് ഈ ദൈവകൃപ നിറഞ്ഞ പറയുമ്പോൾ ഞാൻ അത് ആ ഒരു അർത്ഥ വ്യത്യാസത്തിന്റെ കാര്യം ഇവിടെ അത് പറഞ്ഞപ്പോ ഒരു എക്സാമ്പിൾ
പറഞ്ഞതാണ് ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷനിൽ ഉള്ള നമ്മുടെ ന്യൂനതകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു അർത്ഥ വ്യത്യാസം ഇതിന്റെ കാര്യം മറ്റേ നമ്മുടെ ആ ഒരു കോണ്ടസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞാണ്. ഞാനപ്പോ അത് POCയിൽ നമ്മുടെ അച്ഛന്മാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുകയും അങ്ങനെ ചൊല്ലുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയും അപ്പൊ അവര് അത് രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ അത് ഒഫീഷ്യലി സഭയുടെ നമ്മുടെ UCAT-ൽ അങ്ങനെ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൃത്യതയോടെ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു തെറ്റായ ഒരു സംഭവമായിട്ട് അല്ല, അത് കറക്റ്റ് ആണ്. അതൊരു ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന ഒരു അന്നത്തെ ഒരു സാഹചര്യത്തിൽ വന്ന കാര്യമാണെന്നാണ് അന്ന് അച്ഛന്മാര് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ആ ഒരു സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ മൂലഗ്രന്ഥത്തിൽ അത് സിസ്റ്റർ ഞാൻ നേരത്തെ തുടക്കത്തിലെ ഈ കാര്യം പറഞ്ഞായിരുന്നു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. കാരണം മിതത്വം എന്നുള്ള വാക്ക് എക്സാക്ട് മിതത്വം എന്നുള്ള വാക്ക് അല്ല മൂലഗ്രന്ഥത്തിൽ കിടക്കുന്നത്, പക്ഷെ അതിന് പറ്റുന്ന ഒരു മലയാളം സിസ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞപ്പോൾ അത് ഒരു അർത്ഥം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഞാനത്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ബ്ലെസ്സിങ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാൻ പറയാനില്ല. ബ്രദർ പറഞ്ഞത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കൃപ ഞാൻ ശരിക്കും മനസ്സിലായി കണ്ടസ്റ്റ്. പിന്നെ രണ്ടാമതൊന്ന് പറയുന്ന ജോൺ ഓഫ് ദി ക്രോസിന്റെ കർമ്മരമായിട്ടം ഇത് പുസ്തകത്തിൽ പറയുന്ന പോലെ ഇന്ന് വരെ ആ കയറ്റം ഇച്ചിരി പാടായിരുന്നു. ഇന്ന് അതിപ്പോ ഒരു ഈസി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് ബ്ലെസ്സിങ് സ്വീകരിക്കാം. അച്ഛാ ലൂക്കാച്ചാ. ഓക്കെ, ഞാൻ ഇനി ബിസിനസ്സും പുല്ലുന്നുണ്ട് ചൊല്ലിക്കോട്ടെ വിചാരിച്ചു വെയിറ്റ് ചെയ്തത്. കർത്താവ് ഈശോയെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ അടുത്തേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കാൻ, കൂടുതൽ നിന്നെ ആരാധിക്കാൻ, കൂടുതൽ സ്ഥിരതയോടെയും തീഷ്ണതയോടെയും വിശുദ്ധിയിൽ വളരാനൊക്കെ ഞങ്ങളെ നീ ഓർമ്മിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതിന് ഉപകരണങ്ങളാക്കി ജോബെന്നെയും അതുപോലെ ബഹുമാന സിസ്റ്ററിനെയൊക്കെ ഉപകരണങ്ങളാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയെ ഞങ്ങളെല്ലാം പങ്കുചേർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് വണങ്ങുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തതും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നിർമ്മല ഹൃദയം വഴി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ശരിയായിരിക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി 8:30 കാണാം കേട്ടോ. എല്ലാവരും മുടങ്ങാതെ വരണേ. ഓക്കെ, താങ്ക് യു അച്ഛാ, ബിജിനച്ച. എല്ലാവർക്കും പ്രത്യേകം നന്ദി.